everyone. So നമ്മള് ചൈൽഡ് റൈറ്റ്സിന്റെ 3rd യൂണിറ്റ് ആണ് ഇന്ന് മുതൽ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പേപ്പർ ആണ്. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ലോസ്, അതേപോലെ തന്നെ ആക്ടുകള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മള് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സിലബസ് നോക്കുമ്പോൾ തന്നെ ഇത് കുറച്ചൊരു വലിയ ചാപ്റ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതിലെ കുറെ ടോപ്പിക്സ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററത്തേക്ക് റിപ്പീറ്റേഷൻസ് ഉണ്ട് കേട്ടോ. സോ ഈ അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. മാത്രമല്ല നമുക്കിത് ലോസ് ഒക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അയ്യോ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ലോസ് ആണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ വൺസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും അയ്യോ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ എന്നുള്ളത്. അതായത് സംഭവം കാണുമ്പോൾ വലുതായി തോന്നിയിട്ടുണ്ടെങ്കിലും പഠിക്കാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ചൈൽഡ് റൈറ്റ്സ് ലോസ് പോളിസി. ഇതിത്തെ ഒരു ലോ എന്തായാലും 10 മാർക്കിന്റെ എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ല, ഏത് ലോ വേണമെങ്കിലും നമുക്ക് ഇവിടെ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നമ്മുടെ യൂണിറ്റ്. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ ലോസിലേക്കൊക്കെ ഡയറക്റ്റ് കടക്കുന്നതിന്റെ മുന്നേ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ അറിയോ, വേറെ ഒന്നുമല്ല, ചില വേർഡ്സ് ആണ്. അതായത് ജുവനൈൽ ഡെലിക്വൻസി, അതേപോലെ തന്നെ ജുവനൈൽ എന്താണ്, ഡെലിക്വൻസി എന്താണ്, ഇതെല്ലാം നമ്മൾ ഒന്ന് നോക്കണം കേട്ടോ. നോക്കിക്കേ, ജുവനൈൽ ഡെലിക്വൻസി refers to illegal or antisocial behavior by minors, typically individuals under the age of 18. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ആന്റി സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്രൈംസ്, അതിനെയാണ് നമ്മളെ ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറയുന്നത്. അപ്പോ നോക്കിയേ, ഇതിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. ജുവനൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? അപ്പോ അണ്ടർ ദ ഏജ് ഓഫ് 18 ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തു പറയാ, ജുവനൈൽ എന്ന് പറയുന്നത്. പ്രായപൂർത്തി ആവാത്തവരെയാണ് നമ്മൾ ജുവനൈൽ എന്ന് പറയുന്നത്. അവര് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയാണ് നമ്മൾ ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, this behavior can range from relatively minor offenses such as truancy, then to more serious crimes like theft, vandalism or violent acts. The focus of juvenile delinquency is not only on the criminal acts themselves but also on the underlying factors that may contribute to such behavior. അപ്പൊ എന്താ പറയുന്നത്, നമ്മുടെ ചെറിയ കുട്ടികളല്ല കേട്ടോ, 18 വയസ്സിന് താഴെയുള്ള ആരും ചെയ്യുന്ന വലിയ വലിയ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്രൈംസ് എല്ലാം നമ്മൾ എന്ത് പെടുന്നുണ്ട്, ഇതിൽ നിന്ന് പെടുന്നുണ്ട്. അതായത് സ്കൂളിൽ നിന്ന് ഓടിപ്പോവുക, ചെറിയ ചെറിയ മോഷണങ്ങള്, ഇപ്പൊ കൊലപാതകങ്ങൾ വരെ കുട്ടികൾ ചെയ്യുന്ന കാലഘട്ടമാണ്. സോ അതെല്ലാം എന്തിനാണ് വരിക, ഈ ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറയുന്നതിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, ഈ ജുവനൈൽ ഡെലിക്വൻസിയുടെ റീസൺസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി എന്തുകൊണ്ട് ഇത്ര ചെറിയ പ്രായത്തില് ഒരു ക്രിമിനൽ ആകുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാ? ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ഇഷ്യൂസ്. അതായത് ഇപ്പൊ നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലി അല്ല, പല ഇഷ്യൂസ് വരും. പാരന്റ്സ് തമ്മിൽ ഇഷ്യൂസ്, ചിലപ്പോൾ സ്റ്റെപ്പ് മദേഴ്സിന്റെ അങ്ങനെയൊക്കെയുള്ള കേസിൽ വരാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരാം. സോ അത്തരത്തിലുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാരണം വരാം. ദെൻ പിയർ പ്രഷർ, അതായത് ഒപ്പമുള്ളവര്, പ്രത്യേകിച്ച് 18 വയസ്സിന് താഴെ ആ ഒരു 15 വയസ്സ് 16 വയസ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഏജ് ആണ് അല്ലെ. നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നത് എന്താണോ അതാണ് എപ്പോഴും കേൾക്കുക. അപ്പൊ പറയാണ് അയ്യേ നീയൊക്കെ ഇങ്ങനെ നടന്നോ, ഞങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ എന്താ പറയാ, നമ്മൾ അവരെ ഇങ്ങനെ വെറുതെ ട്രിഗർ ചെയ്യൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ ഭാഗത്തൊക്കെ ഒരു പ്രഷറൊക്കെ വന്നാൽ എന്ത് ചെയ്യാം, അത് ഒരു ചാൻസ് ഉണ്ട്, ഒരു ക്രിമിനൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പറയില്ലേ അവരെ കൂടെ നടക്കരുത്, അതൊക്കെ മോശം കൂട്ടുകെട്ടാണ്. ശരിക്കും അങ്ങനത്തെയുള്ള ചീത്ത കൂട്ടുകെട്ടുകൾ അതെല്ലാം ഒരു റീസൺ ആയിട്ട് പറയാൻ പറ്റും. എക്കണോമിക് ഫാക്ടേഴ്സ്, എന്താ നമ്മുടെ സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി വരുന്ന ഫാക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൈസ മിഠായി വാങ്ങാനൊക്കെ ഉള്ള പൈസ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ചെറിയ ചെറിയ മോഷണങ്ങൾ എന്നൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ മെന്റൽ ഹെൽത്ത് ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ്, എന്താ ഡ്രഗ് അബ്യൂസും അതേപോലെ തന്നെ നമ്മുടെ മെന്റൽ സ്റ്റെബിലിറ്റി, മാനസികമായിട്ട്
അവർ ഓക്കെ, അല്ലെങ്കിൽ ഡിപ്രഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, മീൻസ് മെന്റൽ ഇഷ്യൂസ്, പിന്നെ നമ്മുടെ മദ്യം, ലഹരി പദാർത്ഥങ്ങൾ ഇതൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഒക്കെ ഇങ്ങനെയുള്ള ക്രൈം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടി വരുന്നുണ്ട്. ദെൻ കമ്മ്യൂണിറ്റി ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ചുറ്റുമുള്ള കമ്മ്യൂണിറ്റിയും സത്യം പറഞ്ഞാൽ ഇതിനൊരു ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വേറെയും കുറെ കാര്യങ്ങൾ പറയാം. ഇപ്പൊ അച്ഛൻ ഒരു കള്ളനാണ് എന്നുണ്ടെങ്കിൽ അത് ഈ ലേബിൾ തന്നെയായിരിക്കും ആ കുട്ടിക്ക് കിട്ടുന്നുണ്ടായിരിക്കും. കള്ളന്റെ മോൻ അല്ലെങ്കിൽ കള്ളന്റെ മകൾ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ അതിനെ കളിയാക്കുന്ന സമയത്ത് മെന്റലി എന്താ പറയാ ഭയങ്കര ഡിപ്രസ്ഡ് ആയി മേ ബി ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വേറെ ഒരുപാട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്കറിയാം. നമ്മുടെ ചുറ്റും നമ്മൾ തന്നെ മേ ബി ഒരു ആൾ അങ്ങനെ ആവാൻ ചിലപ്പോൾ ഒരു റീസൺ ആയിട്ട് വരാം, ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഒക്കെ. സോ ഒരുപാട് റീസൺസ്, ഇത് മാത്രമല്ല നമുക്കറിയാവുന്ന ഏതൊരു റീസണും, ഒരാളെ ഒരു ക്രൈം ചെയ്യാനുള്ള ഏതൊരു റീസണും നമുക്ക് ഇവിടെ പറയാവുന്നതേ ഉള്ളൂ. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സബ് ഹെഡിങ്സ് ആണ് ഞാനിവിടെ പറഞ്ഞു പോയത്. ഓക്കെ, ദെൻ നോക്കിക്കേ, പ്രിവെൻഷൻ ആൻഡ് ഇന്റർവെൻഷൻ. നമുക്കിത് എങ്ങനെ തടയാം അല്ലെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാന്നൊക്കെയാണ് പറയുന്നത്. ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാംസ് ഡിസൈൻ ടു അഡ്രസ് റിസ്കി ബിഹേവിയേഴ്സ് ആൻഡ് ഇന്റർവെൻ early can help redirect youth away from delinquency. അതായത് ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഇപ്പൊ മെന്റലി എന്തെങ്കിലും ഇഷ്യൂ ഉള്ള കുട്ടികളോ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി കൗൺസിലിംഗ് പോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി അത്തരത്തിലൊരു രീതിയിലേക്ക് പോകുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. എന്താണ്? നല്ല എഡ്യൂക്കേഷനുള്ള, നല്ല വിദ്യാഭ്യാസത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, ജോബ് ട്രെയിനിങ്, നല്ല ജോലി കിട്ടാനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്താൽ ഇതിന്റെ ഒരു 90% ആൾക്കാരും ഇത് ചെയ്യുന്നത് എന്തിനാ? പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അതേപോലെ തന്നെ അവരുടെ വീട്ടിലെ ദാരിദ്ര്യം ഇതെല്ലാം കാരണമായിരിക്കും. അപ്പൊ ഇതിന്നൊക്കെ മാറ്റാൻ വേണ്ടി നല്ല എഡ്യൂക്കേഷനും നല്ലൊരു ജോലി കിട്ടാനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കിത് തടയാം. Then restorative justice. Some juvenile justice systems use restorative practices that focus on repairing harm and reintegrating the youth back into society rather than just punishing them. എന്താ പറയുന്നത്? നമ്മളിപ്പോ കുട്ടി ക്രൈം ചെയ്തു എന്ന് പറഞ്ഞിട്ട് വെറുതെ അവരെ ശിക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്, പകരം അവരെ അതിന്ന് തിരുത്തി നല്ല സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊടുത്ത് നല്ലൊരു ഭാവി കൊടുക്കുക എന്നുള്ളതാണ്. ചെറിയ പ്രായത്തിലൊക്കെ കുട്ടികളെ നമുക്ക് തിരുത്താവുന്നതേ ഉള്ളൂ. അപ്പൊ അവരെന്തെങ്കിലും ക്രൈം ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്നുമില്ലാതെ കുറെ കാലം തടവിലിടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശിക്ഷയൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് വീണ്ടും ആ ഒരു ബാക്ക് ടു ലൈഫ് കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ജുവനൈൽ എന്താണ്? അണ്ടർ ദ ഏജ് ഓഫ് 18 ആണ്. ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറഞ്ഞാൽ ഈ അണ്ടർ ദ ഏജ് ഓഫ് 18 ചെയ്യുന്ന ക്രൈംസിനെയാണ് നമ്മൾ പറയുന്നത്. അതിന്റെ റീസൺസ് ഒക്കെയാണ് പറഞ്ഞത്. ഇനി എന്താണ് ജുവനൈൽ ജസ്റ്റിസ്? ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നീതി. അപ്പൊ കുട്ടികളുടെ നീതി എന്താണ്, അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള നീതി എങ്ങനെയാണ് കിട്ടുക, അതൊക്കെയാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ജുവനൈൽ ജസ്റ്റിസ് refers to the area of law that deals with minors, typically individuals under the age of 18 who are accused of committing crimes or engaging in delinquent behavior. അപ്പൊ എന്താണ്? ചെറിയ കുട്ടികൾ, അതായത് 18 വയസ്സിന് താഴെ കുട്ടികൾ ചെയ്യുന്ന ക്രൈംസിനെ ഒക്കെ നമ്മൾ എന്താണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് അത് ഡീൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യുന്ന ആ ഒരു ഏരിയനെ നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. The goal of the juvenile justice system is to balance the need for accountability with the understanding that juveniles are still developing emotionally, cognitively and socially and may benefit more from rehabilitation than punishment. അപ്പൊ ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്താ അറിയോ? കുട്ടികൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നതിനേക്കാൾ അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്താണ്? ഒരു മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്, ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് റീഹാബിലേഷൻ ആണ് വേണ്ടത്, പണിഷ്മെന്റ് അല്ല എന്നൊരു കൺസെപ്റ്റ് ആണ് നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ കുട്ടികളുടെ എന്താ പറയാ ശിശു കോടതി അങ്ങനെ എന്തൊക്കെയാ നമ്മൾ പറയില്ലേ, ബാലാവകാശ കമ്മീഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ആക്ട് ഇപ്പൊ ഞാൻ ഈ സെഷനിൽ പറയുന്നില്ല. സോ ഫസ്റ്റ് സെഷൻ വളരെ സിമ്പിൾ ആണ്. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? എന്താണ് ജുവനൈൽ എന്ന് പറഞ്ഞു, ജുവനൈൽ ഡെലിക്വൻസി പറഞ്ഞു, ദെൻ നമ്മുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്,
എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്താണ് ജുവനൈൽ ജസ്റ്റിസ് എന്നുള്ളതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് സെഷൻസിൽ പറയാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ലോസും കാര്യങ്ങളും എല്ലാം ആണ്. സോ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ ബൈ.